ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. തുടർന്ന് ഈ വേദിയിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ അനൂപ് ശങ്കർ നയിക്കുന്ന ഭക്തിഗാന തരംഗിണി. എല്ലാ സജ്ജനങ്ങളെയും ഈ ധന്യ മുഹൂർത്തത്തിൽ പങ്കാളികളാകുവാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആശംസ ബിജു ഓഫീസൊക്കെ ബിജു ഓഫീസറുടെ വരാന്ന് പറഞ്ഞോ? വരാന്ന് പറഞ്ഞു. എവിടെയാണ്? കുഴപ്പമില്ല. അതിൽ പേരുണ്ടോ? ശ്രീ ധന്വന്തരേ നമ. 2025 സ്വർഗവാതിൽ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷനായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചോളൂ. ഈശ്വര പ്രാർത്ഥന കുമാരി പുണ്യ പ്രശാന്ത്. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊര സർവചരാചര ചൈതന്യമേ, നിത്യവുമെൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേൻ, നിത്യനിരാമയ കൈതൊഴുന്നേൻ. സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊര സർവചരാചര ചൈതന്യമേ, അജ്ഞാനമെന്നും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം. അജ്ഞാനമെന്നും അകറ്റി നീ എന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം. സത്യധർമാദിയിലൂടെ ചരിക്കുവാൻ സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നേൻ, സത്യസ്വരൂപ ഞാൻ കൈ തൊഴുന്നേൻ. സ്വാഗതം ആശംസിക്കുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാമല ഗ്രൂപ്പിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ KN ദീപേഷ് അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ധന്വന്തരി നമ. നെല്ലുവായി ക്ഷേത്രത്തിലെ 1200 വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ
ഔപചാരികമായ ഉദ്ഘാടന വേദിയാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിലെ അധ്യക്ഷൻ സമാരാധ്യനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ ആണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി രവീന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ കലാസാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതനായ മലയാള സിനിമ ഗാനരചയിതാവായ ബ്രഹ്മശ്രീ കൈതപ്രം നമ്പൂതിരി സാറാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന അദ്ദേഹത്തെ നെല്ലുവായി ധന്വന്തരിമൂർത്തിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് തിരുവില്ലാമല ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടർ ശ്രീമതി രജനി, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടറും നെല്ലുവായി ക്ഷേത്രത്തിലെ മുൻ ദേവസ്വം ഓഫീസറായ PB ബിജു, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബൈജു എന്നിവരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ഈ നെല്ലുവായി ക്ഷേത്രം ദേവസ്വം ഓഫീസർ ജി ശ്രീരാജാണ്. ജി ശ്രീരാജിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഉദ്ഘാടനം യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക സമ്മേളനത്തിന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള നമുക്കേവർക്കും പ്രിയങ്കരനായ മലയാള സിനിമയുടെ എല്ലാമെല്ലാമായ ഗാനരചയിതാവ് ആരാധ്യനായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർകൾ, ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ റവന്യൂ ഇൻസ്പെക്ടർമാരായിട്ടുള്ള ശ്രീമതി എ രജനി, ശ്രീ ബിജു, അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, ക്ഷേത്രം ഓഫീസറായിട്ടുള്ള ശ്രീ ശ്രീരാജ്, സ്വാഗതം ആശംസിച്ച അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ ദീപേഷ്, ഇവിടെ പ്രാർത്ഥനാലാപനം നടത്തിയ കുമാരി പുണ്യ പ്രശാന്ത്, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രിയമുള്ളവരെ, ആരോഗ്യ പരിപാലനത്തിൻ്റെ പ്രശസ്ത ദേവതയായി അറിയപ്പെടുന്ന ശ്രീ ധന്വന്തരി ആരാധനാമൂർത്തിയുടെ തിരുസന്നിധിയിൽ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സദസ്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 409 ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് ശേഷമാണ് ആയുർവേദ രംഗത്തേക്ക് ആയുർവേദ ഭിഷഗ്വരന്മാർ പ്രവേശിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വർഷത്തെ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച്
നമ്മളെ ഈ ക്ഷേത്ര പരിസരത്ത് നടത്തിയ സെമിനാറും അതുപോലെ തന്നെ ആയുർവേദത്തിന് നൽകുന്ന ഏറ്റവും പ്രാധാന്യവുമെല്ലാം ഇന്ന് ആയുർവേദ രംഗത്തെ ലോക പ്രശസ്തിയിലേക്ക് നയിക്കുന്നതിന് ഉതകുന്നതാണ് എന്നുള്ളതാണ്. നമ്മുടെ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ ആ ക്ഷേത്രാങ്കണങ്ങളിലാണ്, ക്ഷേത്ര ഉത്സവ പറമ്പുകളിലാണ് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട കലാ പ്രദർശനങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ അരങ്ങേറിയിരുന്നത്. മലയാളികളെല്ലാം ഒത്തുകൂടിയിരുന്ന കേന്ദ്രവും ക്ഷേത്രാങ്കണങ്ങളാണ്, ആരാധനാലയങ്ങളാണ്. അവിടെ വളർന്ന് പടർന്ന സാംസ്കാരിക പരിപാടികളാണ്, ക്ഷേത്രകലകളാണ് ഇന്ന് ലോകപ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുള്ള പല കലാപരിപാടികളും എന്ന് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഉത്സവപ്പറമ്പുകളെയെല്ലാം ഹരം കൊള്ളിച്ച് ഗ്രാമീണ ജനതയ്ക്ക് ഏറെ ആനന്ദം പകർന്നിരുന്ന കഥാപ്രസംഗ കലകളും നാടകങ്ങളും നൃത്തനൃത്യങ്ങളുമെല്ലാം അത് അവതരിപ്പിക്കാനുള്ള വേദി ലഭ്യമായിരുന്നത് ഇത്തരത്തിലുള്ള ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രാങ്കണങ്ങളിലാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരുപാട് പണച്ചെലവുള്ള കാര്യമായി കലാപരിപാടികൾ മാറിയപ്പോൾ ഉത്സവവേദികളിൽ അതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സില്ലാത്ത നിരവധി കലാകാരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ ലഭ്യമാകാത്ത സാഹചര്യവും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെല്ലാം ഒരു പരിധിവരെ നമ്മുടെ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ വരുമ്പോൾ തദ്ദേശവാസികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് കൂടിയുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് ആ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിന് ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന പങ്കുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള സിനിമയുടെ ലോകത്ത് അതിപ്രശസ്തനായിട്ടുള്ള ഗാനരചയിതാവും സംഗീതജ്ഞനുമായിട്ടുള്ള ആരാധനായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി അവറുകളാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾ കൊണ്ട് ഈ വേദിയെ ധന്യമാക്കുവാൻ നമ്മുടെ വിശിഷ്ടാതിഥിയും പ്രശസ്ത സംഗീതജ്ഞനും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവരുകളെ സവിനയം ക്ഷണിക്കുകയാണ്.
വേദിയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റ് ഉദ്യോഗസ്ഥന്മാരെ, ക്ഷേത്ര ഭാരവാഹികളെ, മറ്റ് ഉത്സവ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ, ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നടക്കാനോ ഇരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ഉള്ള ഭാഗം കൊണ്ട് ജീവിക്കുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ചടക്കം പഠിച്ചിട്ടുള്ളത് അമ്പലങ്ങളിൽ നിന്നാണ്. 15 കൊല്ലത്തോളം ക്ഷേത്ര ശാന്തി ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിൽ കൂടുതൽ സമയവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായിരുന്നു. സാമ്പത്തികമായിട്ട് തുടങ്ങുന്ന കാലത്തുള്ള ഓർമ്മയിൽ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. അതാണ് ദാരിദ്ര്യത്തിൻ്റെ കാലത്താണ്. വെറും മാസം 10 രൂപ ശമ്പളത്തിന് ഞാൻ ശാന്തി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതന്നത്തെ കാലത്തെ അന്തരീക്ഷമാണ്. തലശ്ശേരി ഉള്ള കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്ന് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് കയറിയിട്ടുണ്ട്. കാരണം രാത്രിയത്തെ കഠിനമായ മഴയും ഇടിയൊന്നും എനിക്ക് 16-17 വയസ്സുള്ളൂ എന്ന്. അപ്പോൾ ആ സമയത്ത് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നിട്ട് രാവിലെ വരും. ഒക്കെ നടന്നാണ് പോവുക. കാരണം മാസം ചിലവഴിക്കാൻ ആകെയുള്ള 10 രൂപയുള്ളൂ. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ രസമാണ്. പിന്നെ ഞാൻ എത്രയൊക്കെ കടമ്പകൾ കടന്നു. പക്ഷേ അന്നും ഞാൻ ആലോചിച്ചിട്ടുള്ളത് നേതി എന്നാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തത്വശാസ്ത്രമാണ്. ഈ മഹാവാക്യങ്ങളാണ്. അതിലൊന്നാണ് നേതി ന ഇതി. ഇതല്ല, എനിക്ക് നിൽക്കേണ്ടിടം ഇതല്ല, ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. ഞാൻ ഇന്നും അതന്നെ വിചാരിക്കുന്നു. നേതി എന്നാണ്. ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. കർമ്മണ്യേവാധികാരത്തെ ആ ഫലേഷു കഥാചന. അതേപോലെ ഇവിടെ വരുമ്പം ഞാൻ പഠിച്ചിട്ടുള്ള നാരായണീയത്തിലൊരു ശ്ലോകം ഓർമ്മ വരുന്നത്, തരുണാംബുദ സുന്ദരസ്തതത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലേശ. അതാണ് മേഘത്തിൻ്റെ സൗന്ദര്യമുള്ള, കാർമുകിലിൻ്റെ സൗന്ദര്യമുള്ള ഭഗവാനെ, കയ്യിൽ അമൃതകലശം ധരിച്ചിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ഒരു കടാക്ഷം കൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ദുഃഖങ്ങളും മാറും, അങ്ങ് ഒന്ന് കടാക്ഷിച്ചാലും എന്ന് പറയുന്ന ഈ ശ്ലോകം കുട്ടികളെയൊക്കെ പഠിക്കേണ്ടതാണ്. ഈ ഭഗവാനെ തൊഴുമ്പോൾ ഇത് ചൊല്ലേണ്ടതാണ്. ഞാൻ എൻ്റെ മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണിത്. മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിയിട്ട് കഴിക്കണം എന്നാണ്. ഞാൻ എത്രയോ അസുഖം വന്നതിന് ശേഷമൊക്കെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുകയും, ഞാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അമൃതകലശം വഹിക്കുന്ന ഭഗവാൻ, അതൊരു വലിയ തത്വമാണ്. മരണത്തിന് വരെ വെല്ലുന്ന, മരണത്തെ മൃതിയെ അമൃതമാക്കുന്ന ഭഗവാൻ, അതാണ് ഈ നെല്ലുവായി ധന്വന്തരി മൂർത്തി. ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം നന്നാകാൻ ആ ക്ഷേത്രത്തിലെ ആൾക്കാർ മാത്രം വിചാരിച്ചാൽ മതി. ആൾക്കാർ സഹകരിക്കാനുള്ള എല്ലാത്തിനും റെഡിയാണ്. ആദ്യം അകത്ത് പൂജിക്കുന്ന ആൾക്കാരിൽ തുടങ്ങണം. ഞാൻ ചെയ്ത് പൂഞ്ഞാറിലെ ഒരു അമ്പലത്തിൽ എനിക്ക് ശാന്തി ജോലി കിട്ടി. അപ്പോൾ തമ്പുരാനാണ്, പൂഞ്ഞാർ തമ്പുരാൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞാൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സമയമായിരുന്നു. ഞാൻ അതിൽ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ മുഴുവൻ വിവേകാനന്ദൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനാണ് അതിൻ്റെ കമ്മിറ്റി, തമ്പുരാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ദക്ഷിണയും ശമ്പളവും സ്വീകരിക്കില്ല, തമ്പുരാനെ സമ്മതമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അതൊന്നും താൻ ആലോചിക്കേണ്ട കാര്യമില്ല, താൻ വാങ്ങണ്ട,
അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, എൻ്റെ കയ്യിൽ ഒരാളും ദക്ഷിണയും വേണ്ട, എനിക്ക് പിന്നെ ശാന്തിക്ക് ശമ്പളവും ഞാൻ സ്വീകരിക്കില്ല. അവർ ആദ്യത്തെ ദിവസം തന്നെ പടിയുടെ മുകളിൽ ഞാൻ കയറി തൊഴുതിട്ട് ഓരോന്നും പറയുമ്പോൾ ആൾക്കാർ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. കാരണം ഞാൻ അതിൽ ഒരു പൈസ പോലും ആഗ്രഹിക്കാത്ത ഒരാളാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇത് അത്ഭുതമായി, ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ പറയാമെന്ന് പറയുന്നത് അത്ഭുതമായി. ഇപ്പം അതുപോലെ സ്വീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ വേണ്ടാന്ന് വെക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രത്തിലെ ശാന്തിക്കാരും. വേണം എന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവരും തരാൻ തയ്യാറാണ്. ഞാൻ ആദ്യം ഇത് ചെയ്തപ്പോൾ പിന്നെ ഓരോന്ന് പറയും. ഇപ്പോൾ അമ്പലത്തിലെ ഒരു ഗ്രാമത്തിലെ 1000 വീടുകളുണ്ടെന്ന് വിചാരിക്കാം, അതിൽ ഭക്തിയുള്ള ഗൃഹങ്ങൾ ഒരു 500 വിചാരിക്കാം. ഞാൻ ഇപ്പോൾ ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രാം തീയതിയാണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് വൈകുണ്ഠ ഏകാദശിക്ക് എല്ലാവരും പിന്നെ പാല് കൊണ്ടുവന്നാൽ ഞാൻ ജപിച്ച് പത്മമിട്ട് പൂജിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. നിങ്ങൾ ഒന്നും തരണ്ട, ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. പശുവും പാലൊക്കെ ശുദ്ധമായിട്ട് കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 500 വീടുകാരെങ്കിലും സഹകരിക്കാൻ തുടങ്ങി. പിന്നെ ഈ പൂജയ്ക്ക് കൊട്ടാൻ പിന്നെ വാദ്യക്കാർ ഫ്രീ ആയിട്ട് വന്ന് അവർ ചെയ്തു തുടങ്ങി ആ സമയത്ത്. പിന്നെ ഇത് പാൽപ്പായസമായി. ഓരോ വീട്ടിലും ഓരോ നാളിൽ നിങ്ങൾ ഭഗവാന് ഒരടങ്ങഴി പാലിൻ്റെ പാൽപ്പായസം, അതൊന്നും നിങ്ങൾ തരണ്ട, പൈസ ഒന്നും തരണ്ട, ഞാൻ ചെയ്തിരിക്കും. ഞാൻ രാവിലെ പൂജിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ സന്ധ്യക്ക് നാമം ജപിക്കാൻ വരികയാണെങ്കിൽ എല്ലാവർക്കും ഞാനിത് വിതരണം ചെയ്യും. ഈ പായസം വിതരണം ചെയ്യുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ അതിൻ്റെ ഒരു രുചിയുണ്ട്. എല്ലാവരും വന്നു തുടങ്ങി. നാമജപവും ഘോഷമായി, ഉടനെ വാദ്യഘോഷമായി, നാമജപമായി, പൂജയ്ക്ക് ആൾക്കാർ ഇഷ്ടം പോലെയായി. ഒരു ക്ഷേത്രം കൊണ്ട് നവീകരിക്കപ്പെട്ടു. ഞാനിത് പറയുന്നത് 1969 61 കൊല്ലം മുമ്പ്. പക്ഷേ ഇപ്പോഴും ആ അമ്പലം നിങ്ങൾ പൂഞ്ഞാറിൽ പോയാൽ അറിയാം, അന്നത്തെ നവീകരണം, ആ വിശുദ്ധി ഇന്നും ആൾക്കാർ കാത്തിരിക്കുന്നു. ഗ്രാമം മുഴുവൻ അത് കൊണ്ടാടുന്നു. ഇപ്പോഴും അതിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണ് ക്ഷേത്രം നന്നാവേണ്ടത്. അല്ലാതെ നമ്മൾ വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. വേണ്ടെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ആൾക്കാർ തയ്യാറാവും. അതാണ് വേണ്ടത്. അത് വിചാരിച്ചിട്ടിപ്പം കലാകാരന്മാർക്ക് ഞാൻ പാട്ടെഴുതുമ്പോൾ എനിക്ക് കാശ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കാരണം അതല്ല തൊഴിലാണ്. തൊഴിൽ മാത്രമല്ല, ശാന്തി തൊഴിലല്ല, അത് ജീവിതമാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് തൊഴിലാണ്. അത് എല്ലാവർക്കും കാശുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വാങ്ങിക്കും. വാങ്ങിക്കേണ്ടാത്ത ഒരു ധനികനായി ഞാൻ മാറിയാൽ സരസ്വതി പൂജയ്ക്ക് അത് സരസ്വതി പൂജയാണ്, ഞാൻ അതിനും വാങ്ങിക്കില്ല. അങ്ങനെ ഒരു ടൈം വരട്ടെ. എന്നാൽ ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അത് നിങ്ങൾക്കറിയില്ല. 1985 ഞാൻ പാട്ടെഴുതാൻ തുടങ്ങുന്നത്, സിനിമയിൽ ആദ്യത്തെ. ഇപ്പോൾ 25 എൻ്റെ പാട്ടാണ് സൂപ്പർ ഹിറ്റ്. നിങ്ങൾ ആലോചിച്ചോളൂ. എൻ്റെ മനസ്സിൻ്റെ അനുസരിച്ച് ആൾക്കാർ എന്നെ കൊണ്ടാടും. മിന്നൽ വള എന്നൊരു പാട്ട് ഇന്ന് സകല ചെറിയ മക്കൾ പോലും ഡാൻസ് ചെയ്യുന്ന പാട്ടാണ്, അല്ലേ? ആ മിന്നൽ വള പോലും വെറുതെ എഴുതിയതല്ല, അത് സീതയുടെ മിന്നൽ വളയാണ്. എല്ലാറ്റിനും ഒരു ആത്മീയതയുടെ ടച്ച് ഉണ്ടാകുമ്പോഴാണ് സുഖം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല, വിജയിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ യാത്ര സത്യത്തിലേക്കും സ്നേഹത്തിലേക്കുള്ള യാത്രയാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, അറിയാം. ഒരു ലഹരി എനിക്ക് ബാധകമല്ല, ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ആവശ്യമില്ല. നമുക്ക് ലഹരി എന്തിൻ്റെയാണ്? സ്നേഹത്തിൻ്റെ ലഹരി, ഗാനത്തിൻ്റെ ലഹരി, സാഹിത്യത്തിൻ്റെ ലഹരി. ഇതുണ്ടെങ്കിൽ പിന്നെ എന്താ ആവശ്യം? ഞാനിപ്പോൾ പറയാം, ഒരു ആത്മീയതയുടെ ടച്ചുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീനി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പടത്തിലെ ഒരു പാട്ട് ഞാൻ വെറുതെ എനിക്ക് പാടാനും ബുദ്ധിമുട്ടാണ് ഇപ്പം. അതിൽ മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ
നന്മണിച്ചിപ്പിയെ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ ദൂരെ ദൂരെ എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, മഴനീർത്തുള്ളിയെ നമുക്ക് ജീവിതത്തിൽ ആത്മാവിൽ ഭഗവാൻ തുടിച്ചു തരുന്ന ആദ്യത്തെ ഒരു സ്നേഹത്തിൻ്റെ തുള്ളി ഉണ്ട്. അത് ജീവൻ്റെ ജലമാണ്. ആ ജീവജലം ഒരു അനർഘമായ അപാരമായിട്ടുള്ളൊരു മുത്താക്കി മാറ്റുകയും ആ മുത്തിനെ സമൂഹത്തിന് നൽകുകയും ചെയ്യുക. നമ്മൾ ആ മുത്തായി മാറുക എന്നുള്ളതാണ്. അതുതന്നെയാണ് വിവേകാനന്ദൻ പറഞ്ഞത്, നിങ്ങൾ മധുരമാവുക, ഉറുമ്പ് താനെ എത്തിക്കൊള്ളുന്നതാണ്. മധുരമായാൽ മതി. അതാണ് ഞാൻ പറയുക, ഏത് കാര്യത്തിനും ആ മധുരമാവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതം. അതാണ് ആ പാട്ടിൽ ഞാൻ എഴുതിയത്. അതിന് ചരണത്തിലുണ്ട്, ആശാകമ്പളം താമര നൂലാൽ നെയ്യുവതാരാണോ, നെയ്യുവതാരാണോ, ഒരു സാന്ത്വനത്തിൻ്റെ മൗനമോ, പഞ്ചവർണ്ണ കിളിപ്പാട്ടോ. ആശാകമ്പളം താമര നൂലുകൊണ്ട് ചെയ്യണം, ചാക്ക് നൂലുകൊണ്ട് തുന്നുന്നു. ആശയുടെ കമ്പളം അതിമനോഹരമായ താമര നൂലുകൊണ്ട് കോർക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊന്നും മോശമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോൾ മുക്കൂട്ട് കുറച്ച് കഴിക്കുമ്പോൾ, എനിക്ക് ഒരു തുള്ളി ഞാൻ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറെന്തോ ഒരു ശുദ്ധീകരിച്ച പോലെ ഉണ്ട്. അത് പ്രസാദമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളതിനെ പ്രസാദമായിട്ടും അനർഘമായിട്ടുള്ള ഒരു മരുന്നായിട്ട് ഞാൻ കരുതുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെല്ലാം അനർഘമായ മുത്തുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസാദവും അദ്ദേഹത്തിൻ്റെ ചന്ദനമായാലും അത് എന്ത് പ്രസാദമായാലും നന്മയുടെ പ്രസാദം നിങ്ങൾ സ്വീകരിക്കുക, ആത്മാവിൽ സൂക്ഷിക്കുക. ഒരുപാട് ഇപ്പോൾ അനൂപ് നേരത്തെ വന്നിരുന്നെങ്കിലും ഞാനിപ്പം എൻ്റെ പാട്ടുകൾ പാടിയിട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാമായിരുന്നു. പാടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എൻ്റെ പാട്ടുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന പാട്ടുകളെ പറ്റി ഞാൻ പറയാം. നിങ്ങളത് പാടുകയാണെങ്കിൽ എനിക്ക് കുറേ കൂടി സംസാരിക്കാൻ പറ്റും. ഞാൻ പറയുന്നതാണ്, എൻ്റെ പാട്ടുകളിലെല്ലാം സീത രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പുഷ്പക വിമാനത്തിൽ വന്നു എന്നാണ് കാളിദാസൻ പറയുന്നത്. കാളിദാസൻ്റെ രഘുവംശത്തിലെ ഒരു ശ്ലോകമാണ് മിന്നൽ വള. അപ്പോൾ വിമാനത്തിൽ സീത ആഹ്ലാദം കൊണ്ട് കൈ പുറത്തേക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോഴത്തെ വിമാനമല്ല, അത് കൈ പുറത്തേക്ക് വിടാൻ പറ്റുന്ന വിമാനമാണ്. പുറത്തേക്ക് ഇട്ടപ്പോൾ മിന്നലുകൾ വളകളായി മാറി സീതയ്ക്ക്. കാരണം സീത എർത്താണ്, സീത ഭൂമിയുടെ മകളാണ്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാറ്റിനും ഒരു ബന്ധമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ബന്ധം. നന്മ മാത്രം ചിന്തിക്കുക, നന്മയിലേക്ക് യാത്ര ചെയ്യുക, സ്നേഹിക്കുക. ഈ ലോകത്തിൽ ജാതി മതം എന്നൊക്കെ പറയുന്നത് വെറുതെ കലഹിക്കാൻ മാത്രമുള്ള സാധനമാണ്. ഭഗവാൻ ഉണ്ടാക്കിയുള്ള രണ്ട് വർഗ്ഗങ്ങൾ മാത്രമാണ്. ഒന്ന് പുരുഷൻ, ഒന്ന് സ്ത്രീ. ബാക്കി എന്താണ് ഭഗവാൻ ഉണ്ടാക്കിയത്? ഒന്നുമില്ല, വെറുതെ നമ്മൾ ഉണ്ടാക്കിയത്, നമ്മൾ പിന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ ഏറ്റവും പരമമായ സത്യം മാത്രമേ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമുള്ളൂ. ജാതി വെച്ചിട്ട് നമ്മൾ വലുതാവും വേണ്ട, ചെറുതാവും വേണ്ട. സ്നേഹത്തിൻ്റെ വലുപ്പം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാനങ്ങനെ വിചാരിക്കുന്നത്. എനിക്ക് ദാമോദരൻ നമ്പൂതിരി പാടുന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഗ്രാമത്തിൻ്റെ പേരുണ്ടായ എന്നെ അറിയും, അത് മതി. കൈതപ്പുറം, ഞാൻ അത്ര വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, നമ്പൂതിരി എന്ന് വെച്ചിട്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ അവമാനിക്കുന്ന ഒരു ജാതിയും പറയില്ല ആരോടും. ഒരു ജാതി എനിക്ക് അവമാനമല്ല. അവർ വന്ന് ഭവിച്ചതാണല്ലേ. അപ്പോൾ നായരാണ്, ഈഴവനാണ്, പൊലയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീഴ്ത്തേണ്ട ഒരു കാര്യമില്ല. അവർ മനുഷ്യജാതിയിലാണ് ജനിച്ചത്. പിന്നെ നമ്മൾ കൊടുത്തതാണ് ഇതെല്ലാം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ജാതിയിലേക്ക്, നന്മയുടെ മനസ്സിലേക്ക്, ഈശ്വരീയതയുടെ അഭൂമമായ സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുക, നന്മ ഉണ്ടാവുക. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ.
തരുണാംബുധ എന്നുള്ള ശ്ലോകം നിങ്ങളെല്ലാവരും പഠിക്കുക, എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ചൊല്ലുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഹൃദയം നിറച്ച് സ്നേഹം നിങ്ങൾക്കെല്ലാം പങ്കിടാൻ തരുന്നു. എൻ്റെ എന്തൊക്കെ പോരെയൊക്കെയുണ്ടെങ്കിലും എനിക്കതൊന്നും പ്രശ്നമില്ല. ഞാൻ ഇന്ന് എൻ്റെ ശനി ഇന്നലെ പോയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ആ തിരക്കിൽപ്പെട്ടാൽ ഞാനും വീണുപോയാലോ. അപ്പോൾ ഞാൻ പോയില്ല. ഞാൻ സൗകര്യയുടെ ഒരു ദിവസം പോകും. മക്കളെ കണ്ട്, വിമല ടീച്ചറെ ഞാൻ കണ്ട്, എൻ്റെ സ്വന്തം ആൾക്കാരവരെ അവരെ കണ്ട് എൻ്റെ സ്നേഹം അറിയിക്കും. അവർക്കും അറിയാം. നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കി തീർത്ത ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ആദരവ് നൽകുന്നതിനായി ആരാധ്യനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവരെ സവിനയം ക്ഷണിക്കുന്നു. ഞാൻ ഈ ഷീൽഡ് പിന്നെ ഓഫീസിൽ കണ്ടപ്പോൾ അസലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതെനിക്ക് തന്നെ തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ കാര്യങ്ങൾ, അല്ലേ? നമുക്ക് കിട്ടിയാൽ സന്തോഷം. അത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമില്ല. വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടില്ല. സന്തോഷം. ആശംസ അർപ്പിക്കുന്നതിനായി മുൻ നെല്ലുവായ ദേവസ്വം ഓഫീസറും റവന്യൂ ഇൻസ്പെക്ടറുമായ ശ്രീ PB ബിജു അവരെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ആദരണീയനായ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ രവീന്ദ്രൻ സാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലയാളിയുടെ അഭിമാനമായ, അഹങ്കാരമായ ശ്രീ കൈതപ്രം, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും സദസ്സിലുള്ള എല്ലാ ധന്വന്തരി ഭക്തർക്കും നമസ്കാരം. കൈതപ്രത്തിൻ്റെ അതിമനോഹരമായ ഭാഷണം കേട്ട് തത്വചിന്താപരമായ ആശയങ്ങളൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വാരി വിതറിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശേഷം ഒരാശംസയ്ക്കൊന്നും പ്രസക്തിയില്ല എന്നറിയാം. എങ്കിലും നമ്മുടെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം അത് പൂർവാധികം ഭംഗിയായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല 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 പ്രോഗ്രാമുകളും അതിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളുമൊക്കെയായി വളരെ നല്ല രീതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമന നേരത്തെ ഉദ്ഘാടക പ്രഭാഷണത്തിൽ കൈതപ്രം പറഞ്ഞതുപോലെ നല്ല മനസ്സും നല്ല ചിന്തയും നല്ല ഉദ്ദേശ ലക്ഷ്യവുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു നല്ല അവസ്ഥയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയും പ്രശസ്തിയുമൊക്കെ നാൾക്കുനാൾ വളരെ അതിൻ്റെ ഏരിയകൾ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തട്ടകത്തിൻ്റെ ക്ഷേത്രം എന്നുള്ളതിനപ്പുറമായി അത് കേരളത്തിൻ്റെ ക്ഷേത്രമായി, ഇന്നത് ഭാരതത്തിൻ്റെ ക്ഷേത്രമായി, ഇന്നത് ലോകത്തിൻ്റെ ക്ഷേത്രമായി മാറുകയാണ്. അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നെല്ലുവായി ധന്വന്തരി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ആദ്യത്തെ ധന്വന്തരി ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. ധന്വന്തരിക്ക് ആദ്യമായൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ഈ നെല്ലുവായിലാണത്രേ. അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ആയുർവേദമാണ് ഭാരതത്തിൻ്റെ വൈദ്യശാസ്ത്രം. ആ വൈദ്യശാസ്ത്ര രംഗം വിപുലപ്പെട്ടതും ഇവിടെ നിന്നായിരുന്നു. അഷ്ടവൈദ്യന്മാരുടെ ഉപാസനാമൂർത്തിയായ നെല്ലുവായി ധന്വന്തരി, അല്ലെങ്കിൽ ഇന്നും അഷ്ടവൈദ്യ പാരമ്പര്യത്തിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിൻ്റെ ആയുർവേദ രംഗം, ആയുർവേദ രംഗത്തിലെ ഓരോ ഭിഷഗ്വരന്മാരും നേരത്തെ അധ്യക്ഷ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജനമിരുന്നാണ്
അവരുടെ വൈദ്യവൃത്തിയിലേക്ക് അവർ കടക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ആ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊപ്പം നിന്നുകൊണ്ട്, അതിനൊപ്പം ചേർന്നുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി, ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ലോകത്തിലേക്ക് എത്തിക്കുന്നതിനായി ലോകത്തിൻ്റെ ഏത് വിവിധ കോണുകളിലുള്ള വൈദ്യശാസ്ത്ര രംഗത്തും അല്ലാതെയും പ്രവർത്തിക്കുന്ന, ആധ്യാത്മിക രംഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരിലേക്കും ഈ ക്ഷേത്രത്തിൻ്റെ ആ വിശ്വപ്രസിദ്ധി എത്തിക്കുന്നതിനായുള്ള യജ്ഞത്തിലാണ്. അതിനോട് ചേർന്ന് തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അതിനോട് കൂടി ചേരുന്നുമുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമാണ് വൈകുണ്ഠ ഏകാദശി. ആ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ 100 നാളുകളായി ഉദയാസ്തമന പൂജ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ 30 ദിവസങ്ങൾക്കപ്പുറമായി ഇവിടെ വിളക്കാചാരം തുടങ്ങിയിട്ട്, അതേപോലെ ഇന്ന് മുതൽ 10 ദിവസം ഇവിടെ കലാസാംസ്കാരിക പരിപാടികളും നടക്കുകയാണ്. ഇതൊക്കെ ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റൊരു ക്ഷേത്രത്തിനും, ഗുരുവായൂർ ക്ഷേത്രത്തിനെയൊക്കെ അങ്ങനെ നടക്കുന്നുള്ളൂ. മറ്റൊരു ക്ഷേത്രത്തിലും നടക്കാത്ത രീതിയിലാണ് ഭക്തജന സഹകരണത്തോടു കൂടി ഇത്തരം ചടങ്ങുകളും ഇത്തരം ആഘോഷങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ല. ഇതിനൊക്കെ തന്നെ പിൻബലമായിട്ടുള്ളത് ധന്വന്തരി ഭക്തരാണ്, നല്ലവരായ നാട്ടുകാരുമാണ്. ഈ യജ്ഞത്തിൽ ഈ ക്ഷേത്രത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക, നമ്മുടെ ധന്വന്തരിയെ, നമ്മുടെ മാത്രമായ ഈ ധന്വന്തരിയെ ലോകത്തിന് മുഴുവനായി എത്തിക്കുക എന്നുള്ള യജ്ഞത്തിൽ എല്ലാ നല്ലവരായ മനസ്സുകളും തുടർന്നുള്ള നാളുകളിലും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഈ വർഷത്തെ ഈ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിന് എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സാംസ്കാരിക സദസ്സിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാമല ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടർ ശ്രീമതി രജനി അവരെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലെ ഭക്തജനങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാ തത്വങ്ങളും ഭക്തജനങ്ങൾ ഉൾക്കൊള്ളട്ടെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാ വർഷവും കൂടുതൽ ഗംഭീരമായ പരിപാടികൾ നടത്താനാവട്ടെ, എല്ലാ സഹകരണങ്ങൾക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി നെല്ലുവായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ അവരെ സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിന്ന് നമ്മുടെ മുഖ്യാതിഥിയായിരുന്ന നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ കൈതപ്രം തിരുമേനി, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ, ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി, നമ്മുടെ പ്രിയങ്കരനായ നെല്ലുവായ് ദേവസ്വം ഓഫീസർ, ഇവരെല്ലാം പറഞ്ഞതുപോലെ ധന്വന്തരി ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഈ ധന്വന്തരി ഭഗവാൻ ആയുർവേദം എനിക്ക് വലിയ അറിവൊന്നുമില്ല, എങ്കിലും ആയുർവേദം പറയുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ധന്വന്തരി പറയുന്നതാണ് ആയുർവേദം പറയുന്നത്. നല്ല രീതിയിൽ ജീവിക്കുക, സ്വന്തം ശരീരത്തെ നന്നായി നോക്കുക, സമാധാനമായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുക. ആ ഒരു കോൺസെപ്റ്റിലാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ആദ്യത്തെ ധന്വന്തരി ക്ഷേത്രം ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് മഹാഭിഷഗ്വരന്മാർ, ഒരുപാട് മഹത് വ്യക്തികൾ പൂജിച്ച് ആരാധിച്ച് വന്നിട്ടുള്ള ഒരു ക്ഷേത്രാങ്കണത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും മഹാഭാഗ്യമാണ്. ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശിയുടെ പ്രധാന പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. നേരത്തെ ബിജു ഓഫീസർ സൂചിപ്പിച്ച പോലെ കഷ്ടി 100 ദിവസത്തോളം നീളുന്ന
പ്രധാനപ്പെട്ട പൂജകളും വിളക്കാചാരങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേരൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞ് ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുൻ മേൽശാന്തി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മേൽശാന്തി, ക്ഷേത്രത്തിൻ്റെ കീഴ്ശാന്തിമാർ, ഇവിടുത്തെ മറ്റ് പൂജാതി കർമ്മങ്ങൾക്ക് സഹായിക്കുന്ന നമ്മുടെ ചേട്ടന്മാർ, ചേച്ചിമാർ, നമ്മുടെ കഴകം ചെയ്യുന്ന ആൾക്കാർ, ഒപ്പം തന്നെ എന്താ പറയുക, ഓഫീസിലിരുന്ന് ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഇവരൊക്കെ ആണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഭക്തന്മാരാണ്. നമ്മളെല്ലാവരും കൂടി ഈ മഹാക്ഷേത്രത്തിനെ, ഇതൊരു മഹാക്ഷേത്രമാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശസ്തി ഇത്ര മതിയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ഇത് ഒരു അതിപ്രശസ്തമായ മഹാക്ഷേത്രമായി മാറാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡും ഇപ്പോൾ മുൻകാലങ്ങളിലെയും ഇപ്പോഴത്തെയും ഉപദേശക സമിതി പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെ എല്ലാവരെയും ഉണ്ടാവണം. ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ധന്വന്തരി ഭഗവാനായി കണ്ടുകൊണ്ട് നിങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാ തരത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളോടുകൂടിയും എല്ലാവിധ രീതിയിലും നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തും. നന്ദി, നമസ്കാരം. ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീ ബൈജു അവരെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സമാരാധ്യനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ സാർ, ക്ഷേത്രത്തിൽ ശരിയായ രീതിയിൽ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് വളരെ സരസമായ രീതിയിൽ നമ്മളോട് സംവദിച്ച വ്യക്തി, ക്ഷേത്രകലകളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾ ആദ്യകാലങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തിയെന്ന് വളരെ തന്മയത്വത്തോടുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റ്, സ്വന്തം ജീവിതത്തിൻ്റെ ഒരുപാട് പരിമിതികൾ എങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചു. 85-ൽ ഗാനരചന തുടങ്ങി 2025-ലും സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ച നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി സാർ, കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, പ്രിയപ്പെട്ട ദേവസ്വം ഓഫീസർ ശ്രീരാജ് സാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളെ സാദര നമസ്കാരം. സത്യത്തിൽ ഇന്നിവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ ആക്കാമെന്നുള്ളത് അതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ലഹരി എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണ്. ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ, അതിനെ ഫലപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായ രീതി. ഇപ്പം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു പ്രചോദനം കിട്ടിക്കാണും. ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി വളരെ ഗംഭീരമായി നടത്തുന്നതിനും നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആക്കി മാറ്റാൻ നമുക്കേവർക്കും ക്ഷേത്ര ഉപദേശക സമിതി ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ. ധന്വന്തരി ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആശംസകളോടെ എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരിക സദസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നെല്ലുവായി ദേവസ്വം ഓഫീസർ ശ്രീ ജി ശ്രീരാജ് അവരെ സവിനയം ക്ഷണിക്കുന്നു. ഭാരതത്തിലെ പ്രഥമ ധന്വന്തരി ക്ഷേത്രമായ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. ആദരണീയനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവർകൾ അധ്യക്ഷനായ ഈ ചടങ്ങിൽ
കലാപരിപാടികളുടെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രശസ്ത സിനിമ ഗാനരചയിതാവായ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവരുകളാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി അവർക്ക് ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറെ തിരക്കുകളുണ്ടായിട്ടും നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തോടുള്ള അടുപ്പവും സ്നേഹവും കാരണം ഇന്നിവിടെ എത്തിച്ചേർന്ന ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവർ അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നിത് ഈ ചടങ്ങിന് ആശംസ നേരാനെത്തിയ മുൻ നെല്ലുവായി ദേവസ്വം ഓഫീസറും നിലവിൽ തൃശ്ശൂർ ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടറുമായ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ബിജുവേട്ടൻ, നെല്ലുവായി ക്ഷേത്രത്തിലെ റവന്യൂ ഇൻസ്പെക്ടറായ ശ്രീമതി രജനി മേഡം, ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസ നേരാനെത്തിയ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനു ചന്ദ്രൻ, ശ്രീ ബൈജു സെക്രട്ടറി ക്ഷേത്ര ഉപദേശ സമിതി, ഇന്ന് ഈ ചടങ്ങിന് പ്രാർത്ഥന ചൊല്ലിയ പുണ്യ പ്രശാന്ത്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ കെ എൻ ദീപേഷ്, അസിസ്റ്റന്റ് കമ്മീഷണർ തിരുവില്ലാമൽ ഗ്രൂപ്പ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതിലുപരി ഇന്നത്തെ ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ഭംഗിയാക്കാനെത്തിയ നമ്മുടെ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചും അതല്ലാതെയുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾക്കും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.